പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. ആര്? പിണറായി വിജയൻ തന്നെ. മുൻ മുഖ്യമന്ത്രിക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പരിഹാസമായിരുന്നു ഇത്. ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. പ്രതിപക്ഷ നേതാവ് കസേര പിണറായി വാശി പിടിച്ച് തട്ടിപ്പറിച്ചെടുത്തതാണ്. അനാരോഗ്യം കാരണം പിണറായി മാറി നിൽക്കുമെന്ന് എല്ലാവരും കരുതി, അല്ലെങ്കിൽ റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കുമെന്ന് കരുതി. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ച് പ്രതിപക്ഷ നേതാവ് കസേരയിൽ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അതായിരുന്നു പിണറായിയുടെ ധാർഷ്ട്യം. പിണറായി ഏകാധിപത്യത്തിൽ പാർട്ടിയിൽ പൊട്ടിത്തെറി നടക്കുകയാണ്. ഇങ്ങേരിൽ നിന്ന് പാർട്ടിയെ പിടിച്ചെടുക്കാനാണ് തോൽപ്പിച്ച് മൂലയിലിരുത്തിയത്. എന്നിട്ടും മെയിൻ ആകാൻ നിൽക്കുന്നത് അംഗീകരിക്കില്ല എന്ന് പച്ചയ്ക്ക് എല്ലാവരും തുറന്നടിക്കുന്നു. എന്നാൽ അതൊന്നും കേട്ട ഭാവം പോലുമില്ല. ഞാൻ തന്നെ സർവാധികാരി എന്ന മട്ടിൽ കപ്പിത്താൻ. ആരൊക്കെ പഴിച്ചാലും പുളിച്ച തെറി വിളിച്ചാലും പിണറായി പ്രതിപക്ഷ നേതാവ് കസേര വിട്ടുകൊടുക്കില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശനാണ്. പിണറായി മാറി നിന്നാൽ സതീശനെ പേടിച്ച് ഓടി എന്ന വ്യാഖ്യാനം വരും. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായിയുമായി എത്രയോ തവണ കൊമ്പ് കോർത്തിരിക്കുന്നു. ഇന്നിപ്പോൾ കസേരകൾ മാറി. അവിടെ ഇരിക്കാൻ പിണറായി ഇല്ലെങ്കിൽ സതീശൻ പേടിയിൽ വിജയൻ ഓടിയെന്ന് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ വെടിപൊട്ടിക്കും. അത് കപ്പിത്താന് ക്ഷീണമാണ്. പ്രതിപക്ഷ നേതാവ് കസേര കിട്ടിയില്ലെങ്കിൽ നിയമസഭയിൽ ഒരു മൂലയിൽ വന്ന് പിണറായി ഇരിക്കുന്നു എന്ന ചർച്ച വരും. അങ്ങനെ ഒരു മൂലയിൽ ഇരിക്കാൻ എന്നെ കിട്ടില്ല എന്ന്. പിണറായിയെ സതീശൻ സൈഡാക്കി എന്നും പരിഹാസം ഉയരും. അത് കാരണഭൂതന് കുറച്ചിലാണ്. മറ്റൊരു കാര്യം, ഇക്കുറി ഇടതുപക്ഷം തോറ്റത് പിണറായി ഒരുത്തൻ കാരണമാണെന്ന് വിമർശനം. പാർട്ടിയിലും പിളർപ്പെന്ന് ചർച്ച. അങ്ങനെ ഒരു ചർച്ചയോ പൊട്ടിത്തെറിയോ പാർട്ടിയിൽ ഇല്ല എന്നുകൂടി വരുത്തണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് കസേര കൊടുക്കാതെ പാർട്ടിക്കാർ പിണറായിയെ അടിച്ചൊതുക്കിയെന്ന് ചർച്ചകൾ വരും. ഈ പേടി വല്ലാതെ പിണറായിയെ വേട്ടയാടുന്നു. അതുകൊണ്ട് പാർട്ടിക്കാരോട് പോരടിച്ചിട്ടാണെങ്കിലും പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഞാൻ തന്നെയെന്ന് പിണറായി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അധികാര കസേരയിലേക്ക് ഒരു മടങ്ങി വരവ് തൻ്റെ കാലത്തില്ല എന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷേ അങ്ങനെ നാണം കെട്ടൊരു ഇറങ്ങിപ്പോക്ക്, അത് എനിക്ക് കഴിയില്ല എന്നാണ് പിണറായിയുടെ ലൈൻ. എല്ലാ പഴിയും തെറിവിളിയും പ്രാക്കും കേട്ട് നാണം കെട്ട് പിണറായി ഇറങ്ങിയെന്ന് ചാനലുകളിലെ തലക്കെട്ടാകാനും ഒരുക്കമല്ല. പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഇരിക്കുക. പ്രതിപക്ഷ നേതാവിന് PR വർക്ക് നടത്തി ഒന്ന് പൊലിപ്പിക്കുക. പിണറായി ഫാൻസിനെ കൊണ്ട് സൈബർ ഗ്രൂപ്പുകളിൽ പൊക്കി അടിപ്പിച്ച് മൊത്തത്തിൽ വെള്ള പൂശിയെടുക്കുക. പിണറായി തീ, ഇരട്ടച്ചങ്ക്, കപ്പിത്താൻ, കേരളത്തിൻ്റെ നായകൻ എന്നൊക്കെ വീണ്ടും ഓളമുണ്ടാക്കണം. പിണറായി എന്ന് കേൾക്കുമ്പോൾ ജനം കൈയടിക്കണം. അതാണ് അദ്ദേഹം സ്വപ്നം കാണുന്ന കിനാശേരി. പിന്നെ പതിയെ പതിയെ ഉൾവലിയാനാണ് പിണറായി കണക്ക് കൂട്ടുന്നത്. അല്ലാതെ തോറ്റ് പടിയിറങ്ങാൻ തന്നെ കിട്ടില്ല എന്നുള്ളതാണ് പിണറായിയുടെ ഒരു ന്യായം പറച്ചിൽ. പിണറായി ഇരുന്ന കാലത്താണ് CPM രണ്ടാമത് അധികാരത്തിൽ വന്നത്. വലിയ നേട്ടമാണ്. എന്നാൽ പിണറായിയുടെ കാലത്ത് തന്നെ CPM ഏറ്റവും വലിയ പതനത്തിലേക്കും വീണു. വിമതർ വെടിപൊട്ടിച്ചു. വിമതർ പാർട്ടി കോട്ടകളിൽ ജയിച്ചു. പാർട്ടിയിൽ പൊട്ടിത്തെറി, എതിർപ്പ്. പിണറായി എസത്തെ വലിച്ചു തോട്ടിലെറിയുന്നു പാർട്ടിക്കാരും. തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പാർട്ടി തോറ്റതെന്ന് പിണറായിക്ക് അറിയാം. പക്ഷേ അങ്ങനെ പഴി കേട്ട് നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അമരത്വം ഞാൻ തന്നെ എന്നുള്ള ധാർഷ്ട്യമാണ് പിണറായി പുറത്തെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അധികാര കസേരയിൽ തനിക്ക് ഉറപ്പിച്ചിരിക്കണം. ആ അധികാര കസേര എന്ന് പറയുമ്പോൾ എന്നെ വെല്ലാൻ ആരുമില്ലാത്ത ഒരു കസേര ആയിരിക്കണം. എന്തായാലും ഭരണപക്ഷത്തല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി കസേര കിട്ടില്ല. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്താണല്ലോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ തലപ്പത്തുള്ള പ്രതിപക്ഷ നേതാവ് കസേര അതെനിക്ക് കിട്ടിയേ തീരൂ. അതിനുവേണ്ടിയായിരുന്നു ഈ കണ്ട കളിയെല്ലാം പിണറായി കളിച്ചത്. തെരഞ്ഞെടുപ്പിൽ തോറ്റ് തൊപ്പിയിട്ടപ്പോഴും പിണറായി ഒരക്ഷരം പ്രതികരിച്ചിരുന്നില്ല. പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പിണറായി ഒരക്ഷരം മിണ്ടിയില്ല. മുതിർന്ന നേതാക്കളെയൊക്കെ ഇറക്കി വിട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് പിണറായി ഒരക്ഷരം മിണ്ടിയില്ല? അതായത് വായിലെ പിരിവെട്ടി നിൽക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ പ്രതികരിക്കാൻ പിണറായിക്ക് മുൻപും കഴിയാറില്ലല്ലോ. അതുതന്നെയാണ് അവസ്ഥ. പ്രതിപക്ഷ നേതാവ് കസേരയിലേക്ക് എത്തി വീണ്ടും പൂർവാധികം ശക്തിയോടെ ആ പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്ന കണക്കുകൂട്ടലാണ് പിണറായിക്കുള്ളത്. പക്ഷേ ഇനി അതത്ര എളുപ്പമാകുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ പിണറായിക്ക് നേരെ പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. പാർട്ടി പൂർണ്ണമായും പിണറായിയെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പിടിമുറുക്കി നിൽക്കുകയാണ് പിണറായി.
ആ കസേര സ്വന്തമാക്കുകയും ചെയ്തു. വി.ഡി. സതീശന് വേണ്ടി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരവം പിണറായിയെ വല്ലാതെ പൊള്ളിക്കുന്നു. പണ്ട് വി.എസിന് വേണ്ടി ജനം തെരുവിലിറങ്ങി, പിന്നെ ഉമ്മൻചാണ്ടിക്കും ഇപ്പോൾ സതീശനും വേണ്ടി ജനമിറങ്ങി. ഇവരൊക്കെ ജനനായകരെന്ന് പേരെടുക്കുന്നു. പിണറായി ആകട്ടെ ധാർഷ്ട്യക്കാരനെന്ന് തെറിവിളിയേക്കുന്നു. ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു അധികാര കസേര കിട്ടിയേ തീരൂ. നോക്കിയപ്പോൾ പറ്റിയത് പ്രതിപക്ഷ നേതാവ് കസേര. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. കട്ടള ഗോപാലൻ അല്ല, പിണറായി വിജയൻ. ഇതാണ് പിണറായിയുടെ ഒരു ലൈൻ. പിന്നെ പോലീസ് വണ്ടി കാവലില്ലാതെ പിണറായിക്ക് ജീവിക്കാനാകില്ലല്ലോ. പ്രതിപക്ഷ നേതാവാകുമ്പോൾ സുരക്ഷ കിട്ടും. വി.ഡി. സതീശനോട് താൻ തോറ്റെന്ന് വ്യാഖ്യാനിക്കപ്പെടരുത് ഒരു കാലത്തും കേരളത്തിൽ. അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടാകാൻ പിണറായി അനുവദിക്കില്ല. അതിന് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശനെ എതിർക്കാൻ CPM-ൽ മറ്റാര് എന്നുള്ള ഒരു രീതിയിലേക്ക് പിണറായി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതായത് ഇപ്പോഴും ഞാൻ തന്നെ എന്ന് പിണറായി പറഞ്ഞു വെക്കുകയാണ്. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവ്. വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് അന്ന് സഭയിലൊക്കെ. അതായത് കട്ടയ്ക്കായിരുന്നു യുദ്ധം. ഇന്ന് സതീശൻ മുഖ്യമന്ത്രി, സഭയിൽ വെറും ഒരു MLA ആയിരിക്കാൻ തന്നെ കിട്ടില്ല എന്ന് പിണറായി വാശി പിടിക്കുന്നത് തൻ്റെ ഇമേജ് ഇടിഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. ആ ഒരു പേടി പിണറായിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. സഭയിൽ സതീശനെ മലർത്തി അടയ്ക്കണം, ഓളമുണ്ടാക്കണം. ഈ വരുന്ന 5 വർഷവും സതീശനേക്കാൾ തൻ്റെ പേര് ചാനലുകളിൽ നിറയണം. ഇങ്ങനെ വല്ലാതെ മനക്കോട്ട കെട്ടി നിൽക്കുന്ന ഒരു പിണറായി. പിന്നെ CPM-നെ ബോധ്യപ്പെടുത്തണം, എല്ലാം ഇപ്പോഴും ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ കടിഞ്ഞാൺ എൻ്റെ കൈവിട്ടു പോകാൻ അനുവദിക്കില്ല എന്ന്, ആരും എന്നെ ഭരിക്കാൻ വരണ്ട എന്ന്. തോറ്റു തൊപ്പിയിട്ടാലും അഹങ്കാരത്തിന് കുറവില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പിണറായിക്ക് അത്ര സുഖകരമായിരിക്കുമോ കാര്യങ്ങൾ? അങ്ങനെയും ഒരു ചോദ്യമുണ്ട്. അത്ര സുഖകരമായിരിക്കില്ല. കാരണം ഈ പറഞ്ഞതുപോലെ വി.ഡി. സതീശനെ അങ്ങ് മലർത്തി അടിക്കാം എന്ന് പിണറായിക്ക് കരുതുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമായിരിക്കില്ല. ഒന്നാമത്, ഈ സർക്കാരിൻ്റെ 10 വർഷക്കാലം എടുത്തു കഴിഞ്ഞാൽ അതിൽ അഴിമതികളുടെ വലിയൊരു കൂമ്പാരമുണ്ട്. അതിനെതിരെയൊക്കെ വി.ഡി. സതീശൻ ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ പ്രതിസന്ധിയിലാകും പിണറായി. പ്രത്യേകിച്ച് പിണറായിയുടെ കുടുംബത്തോട്ട് നീളുന്ന എത്രയോ അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വി.ഡി. സതീശൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിണറായിക്ക് തിരിച്ചടി ഉണ്ടാക്കും. പക്ഷേ വി.ഡി. സതീശൻ പിണറായിയെ ഒന്നും ചെയ്യില്ല എന്നും ഒരു കൂട്ടർ, പ്രത്യേകിച്ച് CPM-ന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ വാദമുയരുന്നു. കാരണം പിണറായിയുടെ മറ്റൊരു വെർഷനാണ് വി.ഡി. സതീശൻ എന്ന്. ഇരുവരും തമ്മിൽ കട്ടച്ചങ്കുകളാണെന്നും പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ പോലും പിണറായിയെ അത്ര കണ്ട് വിമർശിക്കാനൊന്നും വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല എന്നൊക്കെയാണ് ഇവരുടെ ചില വാദഗതികൾ. എന്തായാലും അത് കാത്തിരുന്ന് കാണണം. ഈ 5 വർഷക്കാലത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ആ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? പൊട്ടിത്തെറിയാണോ, യുദ്ധമാണോ, അതോ അന്യായ നീക്കമാണോ എന്നൊക്കെ ഉള്ളത് വരുന്ന വഴിയെ നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേര കിട്ടിയേ മതിയാകൂ. ആ കസേരയിൽ ഇരിക്കുക എന്നുള്ളതാണ് പിണറായിയുടെ ഒരേ ഒരു ചിന്ത. കാരണം അധികാരമില്ലാതെ തനിക്ക് കഴിയാൻ പറ്റില്ല എന്ന് പിണറായിക്ക് കൃത്യമായിട്ട് അറിയാം. ഇരുന്നല്ല, കിടന്നിട്ടാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ കസേര ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ആ കസേര എടുത്തിരിക്കുകയാണ്.